ഒരുപിടി മണ്ണ് മുറങ്ങാൻ വീടോ, ഒരുപിടി മണ്ണ് മുറങ്ങാൻ വീടോ, തന്നെ തീരൂ, തന്നെ തീരൂ. നീ തരുമൗദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകുരയാകാൻ നിമിഷം മതി. സർക്കാരിനോട് ചോദിക്കാണ്, വയനാട്ടില് ഉരുള് പൊട്ടിയ ജനങ്ങള് ഭൂമി എവിടെ? ഭൂമി അവിടെ ഇഷ്ടന്മാരുണ്ട്. വയനാട്ടിലുണ്ട്, കോഴിക്കോട് ജില്ലയിലുണ്ട്, മലപ്പുറത്തുണ്ട്, കാസർഗോഡുണ്ട്, ഒരുപാട് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങക്കില്ല. ഇങ്ങക്ക് ഞങ്ങളെ പോലത്തെ ആൾക്കാര് സഹായിച്ച പൈസ അല്ലേ? രണ്ട് സംഘടന, മുസ്ലിം ലീഗും പിരിപ്പിച്ചിന്, പിന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിക്കും പൈസ അയച്ചു കൊടുത്തിന്. ആ പൈസ അട വെച്ചിരിക്കുകയാണ് പോലും. അത് വിരിയട്ടെ. വിരിയുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തരും. നിങ്ങൾ ആരും ബേജാറാണ്ട. ഇപ്പൊ നിങ്ങൾ സമരം ആടിക്കത്തിക്കും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ക്ഷമിച്ചിക്ക്. അത് വിരിയാൻ കുറെ സമയം എടുക്കും. എന്താ വെച്ചാൽ ഓല അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ. ഉളുപ്പ് വേണം ചങ്ങായിമാരെ. പിരിപ്പിച്ച പൈസ അട വെച്ചിരിക്കില്ലേ? ഒരു ദിവസം അട അയറ്റേക്ക് ഒരു പെട്ടെന്നൊരു വീടുണ്ടാക്കി കൊടുത്താൽ അയറ്റകള് താമസിച്ചാല് അത്രയും നല്ലതല്ലേ? നിങ്ങളെ പിന്നെ പൈസന്റെ മുകളിൽ അടയിരിക്കണം എന്തിനാ? അതേത് പാർട്ടി തന്നെ ആയാലും. ലീഗും പിരിപ്പിച്ചിന്, മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടെന്നും. നിങ്ങൾ സർക്കാരിന്റെ പൈസ എടുത്ത് ചെലവാക്കണ്ട. ആ കിട്ടിയ പൈസ കൊണ്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കി കൊടുക്കി. എന്തൊരു കഷ്ടം എങ്ങന്മാരെ. ചെയ്ത് കൊടുക്കി, വോട്ട് ചെയ്ത് കൊടുക്കി. 5 കൊടുത്തില്ലേ? ഇപ്പൊ 10 ആനായില്ലേ? ഇനി ഒന്നും കൂടി കൊടുക്കി. കേരളാട്ട് കുട്ടിച്ചോറാട്ടെ എല്ലാന്ന്. ഞാൻ പാർട്ടി വെച്ച് പറയല്ല. ഉളുപ്പും മാനം വേണ്ടേ? ജനങ്ങളിൽ പിരിപ്പിച്ച പൈസ കയ്യിൽ വെച്ച് അതിന് മുട്ട കോഴിക്ക് അട വെച്ചാരി അതിന്റെ മുകളിൽ കയറിയിരിക്കുക ആൾക്കാര്. അതിന് എടുത്തിട്ട് ചെലവാക്കി വിടുക. എങ്ങൾക്ക് എന്താ ചെലവാക്കണേന്ന്? ഞങ്ങളെ പോലത്തെ ആൾക്കാർ അയച്ചെന്ന പൈസയാണ്. എടുത്താണ് ചെലവാക്കാൻ ഞങ്ങൾക്ക് മടി. ഉളുപ്പുമല്ലാത്ത ജാതിയാണ്. എല്ലാ പാർട്ടിക്കാരും കണക്കാണ് ഈ വിഷയത്തിൽ. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം. നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഭൂമി ഇഷ്ടംമാരുണ്ട്. നിങ്ങൾ പൊട്ടി ഇതാക്കല്ലേ. എല്ലാരും കേരളത്തിലുണ്ട്, സർക്കാരും ഉണ്ട്. എല്ലാ പൈസ കിട്ടിയാലും കിട്ടാത്തതൊക്കെ ഉണ്ട്. നിങ്ങൾ ബേജാറാണ്ട. എല്ലാവർക്കും അത് വിരിഞ്ഞിട്ട് തരും. ഓക്കെ? ഇപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം.